നമസ്കാരം. വനിതകൾക്ക് മുന്നിലെ പ്രതിബന്ധങ്ങളെയല്ല, വനിതകളിലെ പ്രതിഭകളെയാണ് റെഡ് കാർപ്പറ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. So let's begin the show. This is Red Carpet. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ അതിഥികളായിട്ടുള്ളത് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള അവരുടെ നിറസാന്നിധ്യമായി എല്ലാ ദിവസവും അവരുടെ മുന്നിൽ വരുന്ന രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അവർ രണ്ടുപേരെയും റെഡ് കാർപ്പറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. So let's welcome ആനന്ദ് നാരായണൻ and ലക്ഷ്മി പ്രിയ. കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് റെഡ് കാർപ്പറ്റ് പേര് മാറ്റി ബ്ലാക്ക് കാർപ്പറ്റ് ആക്കണം. നമ്മൾ ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ബ്ലാക്ക് അല്ലാതെ വേറെ ഒരു ഡ്രസ്സും കിട്ടിയില്ലേ? ഞാൻ ആദ്യം ഒരു റെഡ് ഷർട്ട് എടുത്തിട്ടു ബ്ലാക്ക് പാൻസിന്റെ കൂടെ. അപ്പൊ വിചാരിച്ചു പിന്നെ ഇനിയിപ്പം റെഡ് കാർപ്പറ്റ് ആണ്, ബാക്ക്ഗ്രൗണ്ടിലെ കുറെ റെഡ് ഉണ്ട്, അപ്പൊ അതിലങ്ങ് മെർജ് ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ബ്ലാക്കിലേക്ക് വന്നു. ഇവിടെ വന്ന് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആയി നോക്കിയപ്പോഴത്തേക്കും ലക്ഷ്മി ബ്ലാക്ക്. ആ പോട്ടെ, ഫ്ലോറിൽ വന്ന് കയറിയപ്പോഴത്തേക്കും എനിക്ക് വലിയ ഒത്തൊരുമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ അതേ കളർ നമ്മൾ തമ്മിൽ ഇതിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞേ. നമ്മൾ മൂന്നുപേരും തമ്മിൽ പറഞ്ഞല്ല കേട്ടോ, മൂന്നുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആത്മബന്ധം. അപ്പൊ എന്തായാലും നമുക്ക് ലക്ഷ്മി പ്രിയയെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, ആനന്ദ് നാരായണനെയും കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് വലയിലാക്കി, വലയെറിഞ്ഞ് കടലിൽ വീഴ്ത്തി, അങ്ങനെ പല പല ആചാരങ്ങൾ പോരുത്. കാരണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അവസാനം കണ്ടിട്ട് തിരിച്ചു പോകാൻ പാടുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. അപ്പൊ ഇവിടെ ചെറിയ ചെറിയ പാട്ട്, ഡാൻസ്, ഗെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. ലക്ഷ്മി പ്രിയയ്ക്ക് വിശേഷങ്ങളെല്ലാം പറയണം. പിന്നെ കുറെ വിശേഷങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. എവിടെയോ പോയിട്ട് വന്നതേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ഇരുന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചുവന്ന കസേര ദാ വരാൻ പോകുന്നു. റെഡി? അപ്പൊ ആനന്ദ് ആൻഡ് ലക്ഷ്മി, നമുക്ക് വിശേഷങ്ങളൊക്കെ തുടങ്ങാം. ആദ്യം ആനന്ദിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ആനന്ദിന്റെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ചോദിക്കില്ല. എനിക്കറിയാം, കാരണം വൻ വരുമാനമാണ്. യൂട്യൂബ് റവന്യൂ ഒക്കെ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്? ആങ്കറിങ്, ഡാൻസ്, സ്റ്റേജ് പ്രോഗ്രാം. പിന്നെ ഞാൻ വെച്ച താങ്കളാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് കാശ് ചോദിക്കേണ്ട ആവശ്യമില്ല. ക്യാമറ ഓഫ് ആയിട്ടാണ് എനിക്ക് കുറച്ച് കാശ് ചോദിക്കാൻ. അത് ചോദിച്ചോളൂ, ഞാൻ തരാം. എന്റെ അസിസ്റ്റന്റ് അവിടെ ഉണ്ട്, അവരോട് പറഞ്ഞ് എത്ര ചെക്ക് വേണമെങ്കിൽ ബ്ലാങ്ക് ചെക്ക് എഴുതി തരും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മൾ രണ്ടുപേരും നിന്നു. ഇനി ലക്ഷ്മിനെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ പ്രണയത്തെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ തന്നെ പറയണം. എന്റെ പ്രണയത്തെ കുറിച്ചാണോ പൊതുവെയുള്ള പ്രണയത്തെ? പൊതുവെയുള്ള പ്രണയമല്ല. താങ്കൾ ഒരു 11 വർഷം ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് വളച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്നാണ് പൊതുവെ ഉള്ളൊരു. അല്ല, 11 വർഷം പുറകെ നടന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണ് പുറകെ നടന്നത്. പിന്നെ ഒരുമിച്ചാണ് നടന്നത്. 11 വർഷം പ്രണയിച്ച കുട്ടിയെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇന്ന് ആ കുട്ടി എന്റെ ഭാര്യയാണ്. 2011 കല്യാണം. അതായത് 10 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു കല്യാണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എന്തെങ്കിലും അടിപിടി, ബഹളങ്ങൾ, ഫൈറ്റ് ചെയ്യേണ്ടി വന്നോ? അങ്ങനെയൊന്നും വന്നില്ല? അങ്ങനെയൊന്നുമില്ല. മീൻസ് ആദ്യം ചെറിയൊരു എതിർപ്പായിരുന്നു ഫാമിലീസിൽ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് നിന്നു. ഇത് തന്നെ വേണം. അപ്പോൾ പിന്നെ രണ്ട് വീട്ടുകാരും അറിഞ്ഞ് അറേഞ്ച്ഡ് ആയിട്ട് തന്നെ നടത്തി. ലവ് കം അറേഞ്ച്. എന്ത് ചെയ്യുന്നു? വൈഫ് നഴ്സാണ്, സ്റ്റാഫ് നഴ്സാണ്, ട്രിവാൻഡ്രം. എനിക്ക് തോന്നുന്നു വൈഫ് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരുമിച്ചുള്ള ടിക്ടോക്ക് റീൽസ് ഒക്കെ കാണാറുണ്ട്. ആർട്ടിസ്റ്റ് പാട്ട് പാടും. പാട്ട് അങ്ങനെ ബേസിക്കലി അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാട്ട് പാടും നന്നായിട്ട്. പിന്നെ സ്കൂൾ ടൈമിൽ തന്നെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ആ പാട്ട് പാടും. അതിനുശേഷം ആണ് ഈ പറയുന്ന പോലെ ടിക്ടോക്ക് വന്നത്. ടിക്ടോക്ക് വന്ന് ചെയ്തു തുടങ്ങി. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ സ്ക്രീനിലൂടെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഓൺ സ്ക്രീൻ പെയറിനെക്കാളും നമ്മുടെ റിയൽ ലൈഫ് പെയറിനെ കാണാൻ എല്ലാവർക്കും, അപ്പോൾ അങ്ങനെ കണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എന്നെക്കാൾ ഇഷ്ടം എൻ്റെ ഭാര്യയും മക്കളെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരെ കുറിച്ചാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഈ ലക്ഷ്മിയുടെ കല്യാണക്കാരി എന്തായി? കല്യാണം ഇപ്പോൾ ഉടനെ ഉണ്ടോ? പ്രണയം ഉടനെ ഇല്ല, പ്രണയമൊന്നുമില്ല. ഇത് ഭയങ്കര സക്സസ്ഫുൾ ലവ് സ്റ്റോറി അല്ലേ? അതിന്റെ ഇടയിലൊക്കെ നമ്മൾ പ്രേമിച്ച് എങ്ങനെയായിരിക്കും? അത് വേറെ, നിങ്ങൾ വേറെ. നിങ്ങൾ ആ പ്രണയത്തിൽ ഇത്രയും സിൻസിയർ ആയിട്ടുള്ള ബോയ്സിനെ കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി പ്രണയിക്കാത്തത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാം. വേണമെങ്കിൽ സിൻസിയർ ആയിട്ട് ഒരാളെ തന്നെ പ്രണയിച്ചു നോക്കുമോ? ഇത് ഓൾറെഡി പോയതല്ലേ, ചുമ്മാ വേണ്ട നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ വേണ്ട, ഫ്രഷ്. അപ്പൊ അങ്ങനെ ഇല്ല, കല്യാണം ഉടനെ ഇല്ല. കല്യാണം ഒരു 2 വർഷത്തിനകം എന്തായാലും കാണും.
ഉണ്ടാവും. ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണല്ലോ നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്ന സീരിയലില്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ നല്ല പാവങ്ങളായ, അതായത് വായിൽ കോലിട്ടാൽ പോലും സംസാരിക്കാത്ത ഒരാളാണ് ലക്ഷ്മി. ചെയ്യുന്ന പോസിറ്റീവായിട്ടൊക്കെ ചെയ്യുന്നവർ ഭയങ്കര നെഗറ്റീവ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. റിയൽ ലൈഫിൽ നെഗറ്റീവ് ആണ് അതെ, റിയൽ ലൈഫിൽ പാവങ്ങളാണ്. അപ്പൊ എന്തായിരുന്നു പറഞ്ഞു വന്നത്, നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. അപ്പൊ ലക്ഷ്മി എപ്പോഴും ചെയ്തിരിക്കുന്ന എല്ലാം കൂടുതലും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അത് എപ്പോഴെങ്കിലും എനിക്ക് മടുത്തു, മാറ്റണം, അല്ലെങ്കിൽ ഇല്ല, എനിക്ക് എന്റെ മുഖം തന്നെ മാറ്റിയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? മുഖം മാറ്റാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു പോസിറ്റീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് കരയുന്ന നായികമാരാവാൻ താല്പര്യമല്ല. അമ്മായിയമ്മ ഒരു എപ്പിസോഡിന്റെ 23 മിനിറ്റിൽ 20 മിനിറ്റും കരയിപ്പിക്കുന്ന അത് കുഴപ്പമില്ല, നമ്മൾ കരയിപ്പിക്കും, പക്ഷെ നമ്മളെ കരയിപ്പിക്കരുത്. ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ്? വില്ലത്തിയാണോ? അതായത് അങ്ങനെയല്ല, ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആനന്ദിന്റെ എങ്ങനെയാണ്? റിയൽ ലൈഫിൽ ഭയങ്കര ജോവിയലാണെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ ഇഷ്ടം, അതെയോ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വില്ലൻ ആയാൽ കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? അല്ല, നമ്മുടെ ജോബ് ഇപ്പം നമ്മൾ ആക്ടറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. അല്ലെങ്കിൽ ഞാനിങ്ങനെ നായക കഥാപാത്രങ്ങളെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജനങ്ങൾ വെറുക്കും എന്നൊന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. അപ്പോൾ ഞാൻ നെഗറ്റീവ് മാത്രം ചെയ്തൊരു ആർട്ടിസ്റ്റുമല്ല. എൻ്റെ ഫസ്റ്റ് സീരിയൽ തന്നെ ചാനലിൽ പിന്നെ മീൻസ് ഒരു നായക തുല്യമുള്ളൊരു ക്യാരക്ടറുമായിട്ടാണ് തുടങ്ങിയത്. പിന്നെ മറ്റ് പല ചാനലിലും ഞാൻ നായകൻ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുക. പിന്നെ തീർച്ചയായിട്ടും പോസിറ്റീവ് സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരോട് ആർക്കായിരുന്നാലും എനിക്കായിരുന്നാലും ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ നെഗറ്റീവ് ചെയ്യുന്നവരോട് ആ ഒരു വെറുപ്പും ദേഷ്യവും തോന്നും. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ചിലരും അങ്ങനെ തന്നെ കാണുന്നവരുണ്ട്. നമ്മൾ ഈ ഡോക്ടർ അനിരുദ്ധ് എന്ന് പറയുന്ന സുമിത്ര അമ്മ, അല്ലെങ്കിൽ അമ്മയോട് നിൽക്കാത്ത, അമ്മയെ എതിർത്ത് സംസാരിക്കുന്ന, അമ്മയോടൊട്ടും സ്നേഹമില്ലാത്ത മകനായിട്ട് നിൽക്കുന്ന ഒരു ഡോക്ടർ അനിരുദ്ധായിട്ട് തന്നെ കാണുന്നവരുണ്ട്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അത് ഒരിക്കലും ഡോക്ടർ അനിരുദ്ധിൻ്റെ പേജല്ല, ആനന്ദ് നാരായണൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പേജാണ്. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എൻ്റെ പേരിലുള്ള ചാനലാണ്. അതിൽ പോലും അനി എന്ന് പറഞ്ഞാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഡോക്ടർ അനി നന്നായി കൂടി ഒലക്കെടുത്ത് അടിക്കാൻ തോന്നുന്നു, നീ എന്താടാ നന്നാവാത്തത്, നിന്റെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, ഞാൻ ചെയ്തത് അടിപൊളിയായിരുന്നു. അല്ല, അത് ശരിയാ. പക്ഷെ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. യെസ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലക്ഷ്മി പ്രിയയുടെ അന്താരാഷ്ട്ര ബന്ധത്തെ കുറിച്ച് നമുക്ക് ഇന്ന് അറിയണം. അതാണ് ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കായിരുന്നത്. ഈ കുട്ടി ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്? ആണോ? കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ആണോ വന്നത്? അതെ. അല്ല, അപ്പോൾ ആ വ്യക്തി നിങ്ങളാണോ? അല്ലല്ല, ആ വ്യക്തി ഞാനല്ല. ചൈനയിൽ നിന്നാണോ? ചൈനയില് വുഹാനിലാണോ കോളേജ്? ഞങ്ങൾ വേറെ പ്രോവിൻസ് ആയിരുന്നു. വേറെയാണ്. പക്ഷേ ഞാൻ വന്ന ആ ഒരു ടൈമില് ഈ കൊറോണയുടെ സീൻസ് അധികം വന്നിട്ടില്ലായിരുന്നു, കോവിഡ് സീൻസ് അധികം വന്നിട്ടില്ലായിരുന്നു. വുഹാനിൽ പോയിട്ടുണ്ടോ? വുഹാനിൽ പോയിട്ടില്ല. എന്താ? നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങളുടെ പ്രോവിൻസിൽ നിന്ന് ആ പ്രോവിൻസിലോട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡൗട്ട് അടിക്കണ്ട. ഈ ചൈനീസിലെ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡോ എന്തെങ്കിലും പറയാൻ പഠിച്ചോ? ഇത്രയും ഒന്നോട് പറഞ്ഞ് ഉറക്കെ സംസാരിച്ച് നീ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൽ ക്ഷമിച്ചോളും. അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ചൈനയിൽ നിന്ന് ആരെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ചൈനയ്ക്ക് പോക്കോളാം, എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്, ഞാൻ പോയി എല്ലാം ക്ലിയർ ചെയ്തോളാം. പറയൂ. നീ ജിയാവോ ഷെൻമ മിൻസ്. നീ ഷിയാവോ ജന്മ മിൻസ്. മൈ നെയിം, എന്റെ പേര് സ്വാസിക. ഒജിയാവോ സ്വാസിക. ഇനി റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. അതെല്ലാം മറന്നുപോയി കുറേയൊക്കെ. ഈ ചൈനീസ് ലാംഗ്വേജിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വൺ ഓഫ് ദി ടഫസ്റ്റ് ലാംഗ്വേജ് ആണ്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കമ്പൽസറി അല്ല ലാംഗ്വേജ് പഠിക്കണമെന്നുള്ള കമ്പൽസറി അല്ല. എന്താ ചൈനീസ്? പിന്നെ വേറെ എന്താ? വിശക്കുന്നു, അതൊക്കെ എന്തായാലും പഠിച്ചു വേണം. സൗഷങ് ഹാവ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റും കുറെ ലൈൻസ്. കാരണം നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ആൾക്കാരുമായിട്ട്. അവിടുത്തെ ഷോപ്പിൽ പോകാനൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് പഠിക്കണം. തോഷാവ് എത്രയാണ്, എത്ര രൂപയാണ്, അതൊക്കെ നമ്മൾ ബേസിക് അറിഞ്ഞിരിക്കണം. പിന്നെ വന്നിട്ട് ഏകദേശം 1.5 years ആയി. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ടച്ച് പോകും. ഈ ചൈനീസിന് അങ്ങനെ ഏത് ലാംഗ്വേജ് ആയാലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ അത് പോയി. ഭക്ഷണം എന്തൊക്കെ? ഈ പുഴു, ഇല്ല. ഞങ്ങൾ കുറച്ചുകൂടെ ഇന്ത്യ ബോർഡർ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രോപ്പർ ചൈന പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് പോവാം. കുറച്ചൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഒരു പുഴു ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ചില ഇൻസെക്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ട്രൈ ചെയ്യാറില്ല. ഫിഷ് എഗ് മാത്രം, അതൊക്കെ ഇവിടെയും എനിക്ക് തോന്നുന്നു ഉള്ളതാണ്. അല്ലാണ്ട് അവിടുത്തേതായിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഈ 4 വർഷം. ഇല്ല,
ഒന്നും ഞാൻ അധികം ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. ഇതില് കഴിക്കാൻ പഠിച്ചാ കോലില്? അത് പഠിച്ചു. പക്ഷെ അവിടെ പൊതുവെ ഞങ്ങൾക്ക് ഇന്ത്യൻ മെസ് ഉണ്ട്. അപ്പൊ നമ്മൾ വെറുതെ അല്ല എന്തെങ്കിലും ഒരു സ്റ്റൊമക് കംപ്ലൈന്റ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പേരൻസ് പോലും ഇല്ല അടുത്ത്. അതുകൊണ്ട് ചൈനയിൽ പോയിട്ട് എല്ലാം ഇന്ത്യൻ സ്റ്റൈൽ എന്തിനാണ് കഷ്ടപ്പെടാ? അച്ഛനോട് ചോദിക്കട്ടെ, എന്തിനാണ് 4 വർഷം പൈസ മൊത്തം അച്ഛന്റെ കളഞ്ഞു. പക്ഷെ എനിക്ക് ഇത്രയും നേരത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇവള് പോയത് ചൈനയിലല്ല, ചെന്നൈയിലാണ്. ചെന്നൈ. നിന്റെ പാസ്പോർട്ട് ഇവിടെ ഹാജരാക്കണം. എപ്പിസോഡിന് വരുമ്പോ പാസ്പോർട്ട് ഇവിടെ കൊണ്ടുവരണം. ദോശ സാമ്പാർ, രാവിലെ ദോശ സാമ്പാർ, ഉച്ചയ്ക്ക് നല്ല ചോറും തൈരും, ഇതൊക്കെ കഴിച്ചു. ഇല്ല ശ്വാസിക, പൊതുവേ എനിക്ക് വേറെ ഇന്ത്യൻ ഫുഡ്സ് ആണ്. എവിടെ ഏത് രാജ്യത്ത് പോയാലും എനിക്ക് ഇന്ത്യൻ ഫുഡ്സ് തന്നെയാണ് ഇഷ്ടം. നമ്മുടെ റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും. അതായത് ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ ഇതുവരെ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ. ഇപ്പോഴത്തെ വർക്കിന് കൺട്രോളർ വിളിച്ച് ചോദിച്ചപ്പോഴും റെമ്യൂണറേഷൻ മണി ഇസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് ഐ വാണ്ട് ഇന്ത്യൻ ഫുഡ്സ്. ലൊക്കേഷനിൽ ഇന്ത്യൻ ഫുഡ്സ് കമ്പൽസറി ആണ്. ഈ ആനന്ദിന്റെ കാര്യത്തിലാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെട്ട് ഒരു ഇൻസിഡന്റ്, അതായത് ആക്സിഡന്റ് ആയിട്ട് കിടന്ന സമയത്ത് അവരാ വാർത്ത, അതായത് മരണക്കിടക്കി ഡിസ്കിന്റെ പ്രോബ്ലം. എനിക്ക് ഒരു 10-12 വർഷമായിട്ട് ഡിസ്ക് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിന്റെ മുകളിൽ നിന്ന് വീണതാണ്, നടു പിടിച്ച്. അപ്പോൾ അന്നത്തെ സമയത്ത് 13 years ബാക്ക് നമുക്ക് അത്രയും പ്രായം കുറവാണ്. അപ്പോൾ നമ്മൾ അന്ന് വീഴുമ്പോൾ നമ്മൾ നോർമലി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ വീഴില്ലേ, എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എണീറ്റ് അങ്ങനെ സിമ്പിളാക്കി കളഞ്ഞതാണ്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ 2019 അവസാനം ആയപ്പോഴത്തേക്കും എനിക്ക് പെയിൻ വീണ്ടും കൂടി, നല്ല വേദനയായിട്ട്. അങ്ങനെയാണ് ഈ ഒരു സംഭവം സിവിയർ ആകുന്നത്. അങ്ങനെ MRI ചെയ്തപ്പോഴത്തേക്കും 2 ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് ചെറിയ, അപ്പം സർജറി ചെയ്യുക അല്ലെങ്കിൽ ഒരു വലിയ, ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ സർജറിയിലേക്ക് പോയി. അപ്പോൾ അത് പറയാൻ കാരണം, ഈ വീൽ ചെയറിലിരുന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആരോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടോ ഷെയർ ചെയ്ത്, ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാരുണ്ടല്ലോ, ഡോക്ടർ അനിരുദ്ധ് മരണക്കിടക്കയിൽ, മരണത്തോട് മല്ലിടുന്നു, ഇനി എന്ത് ആശുപത്രി, അങ്ങനെയൊക്കെ 2-3 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ആയി. അപ്പം ഞാൻ ആ 2 ദിവസം ഈ അഡ്മിറ്റ് ആവുന്ന ദിവസം ഹോസ്പിറ്റലാണ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സർജറി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ആ പിക്ക് അടക്കം ചെയ്തിരുന്നു. ഒന്നും പേടിക്കാനൊന്നുമില്ല, ഇതാണ് സംഭവം, എൻ്റെ റിയൽ ലൈഫിലുള്ള സംഭവമാണെന്നൊക്കെ. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത് നല്ലതും ചീത്തയും ഒക്കെ. അപ്പൊ നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ വേറൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗെയിംസ് ആണ്. നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം. ഇവിടെ നിങ്ങള് ജഗടയാണ് ഗെയിമില്. ഒരു രീതിയിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യരുത്. എങ്ങനെയെങ്കിലും ലക്ഷ്മിനെ തോൽപ്പിക്കണം, ലക്ഷ്മി എങ്ങനെയെങ്കിലും ആനന്ദിനെ തോൽപ്പിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ജയിക്കുക. എനിക്ക് അത്ര മാത്രമേ വരാൻ നേരത്തെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ നിങ്ങൾ വരുമോ? അതാണ് പുലിമടയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഗെയിം കളിക്കാം അല്ലേ? റെഡി? അപ്പൊ എഴുന്നേറ്റാലും. അപ്പോൾ ഗെയിം കളിക്കാനായിട്ട് ആനന്ദും ലക്ഷ്മിയും റെഡി ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കണ്ടോ, ഇത് നമ്മൾ മറ്റേ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇത് നമ്മുടെ ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ ബാക്കി വെക്കുന്ന കോലുകൾ. അപ്പോൾ ഇത് ആദ്യം ഒരെണ്ണം ആനന്ദ് പിടിക്കുക, ഒരെണ്ണം ലക്ഷ്മി പിടിക്കുക. ഇനി ആദ്യം ഓരോരുത്തരാണ് കളിക്കേണ്ടത്. ആദ്യം ആര് കളിക്കും അത് പറയൂ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ആദ്യമേ ആനന്ദേട്ട് കളിക്കും ഞാൻ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ, ഈ 1, 2, 3 ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിത് അറേഞ്ച് ചെയ്യണം. 1, 2, 3, 4, 5, 6 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഈ സ്റ്റിക്ക് ഹോൾഡ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇങ്ങനെ എന്തുവാണ് നിങ്ങളുടെ ബുദ്ധി. ആൻഡ് 1 minute ടൈം ആനന്ദിനുണ്ട്, അതേപോലെ തന്നെ 1 minute ടൈം ലക്ഷ്മിക്കുണ്ട്. അപ്പൊ ആനന്ദ് റെഡിയാണോ? റെഡി. സോ 1, 2, 3 ആൻഡ് മ്യൂസിക്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഒന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ആനന്ദ് വെക്കേണ്ടത് 2 ആണ്. അടിപൊളി, 2 വെച്ചിരിക്കുകയാണ്. അടുത്തത് 3 ആണ് വെക്കേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വെച്ചാ മതി. ഒരു ആട്ടമുട്ട്. നിസ്സാരം. 4 വളരെ ഗംഭീരമായിട്ട് ആനന്ദ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, വേണമെങ്കിൽ ഇനി വെക്കാതിരിക്കാം, വേണമെങ്കിൽ വെക്കാം. 56 സെക്കൻഡ്സ് ആയി. 59. കഴിഞ്ഞു. വെരി ഗുഡ്, അസലായിട്ട് കളിച്ചു. അല്ല പിന്നെ ആക്രമണത്തിന് മുമ്പോട്ട് വല്ല മുഴുവൻ താഴോട്ട് പോണെങ്കിലോ? 60 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ താഴെ പോയി. അതാണ്. ഇനി നമ്മള് 6 വെച്ചാ ഒന്നില്ലെങ്കിൽ 6 വെക്കണം, അല്ലെങ്കിൽ അതെ 6 വെക്കണം. റെഡി? 1, 2, 3 മ്യൂസിക്. മനസ്സ് ഏകാഗ്രമായി നിർത്തണം. നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ഈ മ്യൂസിക് അനുസരിച്ച് വിറയിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. എന്തോ വല്ലതും പറഞ്ഞു. വിറയിൽ ഈ സമയത്തല്ലല്ലോ വരേണ്ടത്.
അമ്മൂമ്മമാര് പോലും ഇങ്ങനെ വിറയ്ക്കൂലല്ലോ. ദേ, ഈ പ്രോഗ്രാം കഴിയുമ്പോഴേ ഈ വിറയലിനുള്ള മരുന്നുമായിട്ട് ആൾക്കാർ ലക്ഷ്മിയെ സമീപിക്കും. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ ചിരിച്ചോണ്ടിരുന്ന അവൻ കപ്പടിച്ചോണ്ട് പോകും. അത് തെറിച്ച് കണ്ണിൽ വന്ന് അടിക്കുകയുള്ളൂ. വേറെ എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? എനിക്ക് പറ്റൂല, ഞാൻ തോറ്റു. ഞാൻ വിട്ടൂല. 46 സെക്കൻഡ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മി, നീ ചെയ്യ്, ഒരു 3 വെക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധയോടെ എന്റെ ശബരിമല മുരാ എന്താ ഉണ്ടാക്കരുത് തുള്ളരുത് എന്റെ കാലുമേൽ ആണി കയറിയ ഇത് ചതിയാണ്, ഇത് ചതിയാണ്. ലിപ്സ്റ്റിക് ആയ സ്റ്റിക്ക് എവിടെ? ലോകത്തിൽ റബ്ബർ ബാൻഡിനെക്കാളും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വുഡൻ സ്റ്റിക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റബ്ബർ ബാൻഡ് പോലും ഇങ്ങനെ കിടന്ന് അടിക്കില്ല. ഇതിൽ ചതിയാണ്, ഇത് ചീറ്റിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ അങ്ങനെ നിങ്ങൾ ശത്രുക്കളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും ലക്ഷ്മി ജയിക്കാൻ ആനന്ദ് ശ്രമിക്കരുത്. ലോകശക്തികൾക്കിടയിൽ അമേരിക്കയോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചൈന. പക്ഷേ ഇന്ത്യക്കാരന്റെ മുമ്പിൽ നിന്റെ ചൈന കളി ഒന്നും നടക്കൂല മോളെ. അല്ല ആനന്ദേട്ടാ, ഇപ്പൊ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ഗെയിം ആയിരുന്നു ഇത്. എന്തു ആയിക്കോട്ടെ, ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിം സ്പിരിറ്റ് ആണ് അവിടെ വേണ്ടത്. അപ്പൊ ലക്ഷ്മി ആനന്ദ് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത്. പക്ഷെ ലക്ഷ്മി മൈൻഡ് ചെയ്തു, അതുകൊണ്ട് വിറച്ചു. അല്ലേ തന്നെ വെച്ചപ്പോഴേ എനിക്ക് പോയി, വെച്ചപ്പോഴേ പറയില്ലായിരുന്നു. അതിന്റെ ലോക കൂടെ കുടിയന്മാർ പോലും ഇങ്ങനെ പറയൂല. സത്യം അമ്മാതിരി പറയലായിരുന്നു. അതിങ്ങനെ ജമ്പ് ചെയ്ത് കണ്ണിൽ വന്ന് അതെ, അടിക്കുന്ന എനിക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനെ വിറച്ച് ഇത് എവിടെ പോകുന്നു. വുഡൻ സ്റ്റിക്ക്. അപ്പൊ എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ ചൈന തോറ്റിരിക്കുകയാണ്, നമ്മുടെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ആനന്ദിന്റെ ജയത്തിന് പിന്നിൽ ആരാണ്? ഞാനാണ്. ആണോ? അത് പിന്നെ ഞാൻ നല്ല അങ്ങനെയല്ല, ഞാനും കൂടാണ്. ഞാൻ സൈലന്റ് ആയിട്ട്. അപ്പൊ 2 സ്ത്രീകളാണ് ആനന്ദിന്റെ ജയത്തിന്റെ പിന്നിൽ. അതുകൊണ്ട് ആനന്ദിന് വളരെ ഗംഭീരമായിട്ടൊരു സമ്മാനമാണ് നമ്മൾ റെഡ് കാർപ്പറ്റ് ടീം തന്നെ കൊടുക്കാൻ പോകുന്നത്. ഇത് വീട്ടിൽ പൊന്നുപോലെ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം.